പക്ഷേ ഈ കേന്ദ്ര വിഹിതം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുനരാലോചനയാണോ ഇപ്പോഴത്തെ കൂടിച്ചേർക്കൽ വരാൻ പോകുന്നത്? പുനരാലോചനയല്ല, സത്യം പറഞ്ഞാൽ പുതിയ തലത്തിലേക്ക് ഇനി എങ്ങനെയാണ് കേരളത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ്. ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഒരുതരം പ്രതിരോധം തന്നെയാണ് സാമ്പത്തിക മേഖലയിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെ കേരളത്തിൻ്റെ സാമ്പത്തിക ഘടനയെ തറക്കാം എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ള കാര്യം, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായും ഈ പശ്ചാത്തലത്തിൽ കേരളത്തെ സ്വന്തം കാലിൽ നിർത്തി എങ്ങനെയാണ് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് കേരളം അന്വേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് വിജ്ഞാന സമൂഹമെന്നും വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നും ഞങ്ങൾ പറഞ്ഞതിൻ്റെ കൃത്യമായ പൊരുൾ. 15,000 സ്റ്റാർട്ടപ്പുകളാണ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ട് കേരളം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തോളം വരുന്ന സംരംഭ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ആരംഭിക്കാൻ സാധിച്ചത്. വളരെയേറെ ശ്രദ്ധേയമായ തരത്തിലുള്ള ഒരു തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം, തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഇടപെടൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. ഇനി 1,53,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം കൂടി കേരളത്തിലേക്ക് വരുമ്പോൾ വ്യവസായ സൗഹൃദ രാജ്യം, നാട് എന്ന രീതിയിൽ കേരളത്തിൻ്റെ സൽപ്പേര് അതിശക്തിയായ രീതിയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന പുതിയ തലത്തിലേക്കാണ് കേരളത്തെ ഉയർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ തലത്തിൽ കേരളം ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമ്മേളന കാലത്ത് മാഷ് കൊല്ലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം വലിയ തരത്തിൽ വിവാദമായിട്ടുണ്ട്. അപ്പം സമ്മേളന കാലത്ത് അത്തരത്തിൽ പാർട്ടി സഹാക്കൾ കുടിക്കരുതെന്ന് പറയുന്നത് എങ്ങനെയാണ് MPOന് പറയാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ EMS ഒക്കെ മാത്രമേ പാർട്ടിയിൽ ഉണ്ടാവത്തുള്ളൂ, കുടിക്കാത്തവരായി എന്നുള്ള വിമർശനമൊക്കെ. ഇല്ല, കുടിക്കാത്തവർക്ക് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അവർ നമ്മുടെ പാർട്ടി മെമ്പർമാരല്ലാതിരിക്കുമല്ലോ.